അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയ സഹോദരങ്ങളെ, ഉംറയുടെ ചില കാര്യങ്ങളെ സംബന്ധിച്ച് ഞാൻ വളരെ വിശദമായി പറഞ്ഞു. ഇനി ഒന്നുകൂടി പറഞ്ഞാൽ ചെറിയൊരു വീഡിയോയിലൂടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ കേൾപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ യാത്ര ചെയ്യുന്നവർക്ക് ചില ഇളവുകൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് ഇസ്ലാമിൽ. ഷറയിൽ ചില ഇളവുകളുണ്ട്. ആ ഇളവുകളാണ് ഞാൻ പറയുന്നത്. 4 റക്അത്തുള്ള നിസ്കാരത്തെ 2ആക്കി ചുരുക്കി നിസ്കരിക്കുക. ഈ യാത്രക്കാർക്കുള്ളൊരു ആനുകൂല്യം. എന്നതുപോലെ തന്നെ ജമ്മാക്കി നിസ്കരിക്കുക. 2 നിസ്കാരത്തെ ഒരേപോലത്തെ 2 നിസ്കാരങ്ങളെ കസറാക്കി നിസ്കരിക്കുക. 4 റക്അത്തുള്ളതിനെ 2 റക്അത്തായിട്ട് ചുരുക്കി നിസ്കരിക്കുക. എന്നപോലെ ളുഹറിനെ അസറിലേക്കും അസറിനെ ളുഹറിലേക്കും ഒക്കെ മുന്തിച്ചും പിന്തിച്ചും ജമ്മാക്കാം. അങ്ങനെ കസറാക്കി നിസ്കരിക്കുന്നതിനെ പറ്റിയാണ് ഞാൻ ആദ്യം പറയുന്നത്. യുവാൽ പറയുന്നത്, ഇതാ അറാദൽ കസുറ, ഒരാൾ കസുറാക്കി നിസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ ഫലാ ബുദ്ധ മിൻ നീയത്തിൽ കസരി, കസറിനെ കരുതണം ഇന്ദൽ ഇഹ്റാമി ബിസ്സലാത്തി, നിസ്കാരത്തിന് ഇഹ്റാം കിട്ടുമ്പോൾ. എന്ന് പറഞ്ഞാൽ ഒരാൾ നീയത്ത് വെക്കുമ്പം തന്നെ എന്ത് ചെയ്യണം? കസുറാക്കുകയാണ് എന്ന്, കസുറാക്കി നിസ്കരിക്കുന്നു എന്ന് കരുതണം. അൽ കസുറു ഫിൽ ളുഹരി വൽ അസരി, കസുറാക്കാൻ പറ്റിയ ഏതൊക്കെ നിസ്കാരമാണ്? 4 റക്അത്തുള്ള നിസ്കാരമാണ് കസറാക്കാൻ പറ്റുക. അതാ പറഞ്ഞത് അൽ കസുറു, കസറാക്കേണ്ടത് ളുഹരി ളുഹറിലും വൽ അസരി അസറിലും വൽ ഇശാഇ ഇശായിലും. കുല്ലു വാഹിദത്തിൻ റക്അത്താനി, ഇതിലൊക്കെ 2 റക്അത്തായിട്ട് നിസ്കരിക്കുക. മഗ്രിബ് കസറാക്കാൻ പറ്റൂല, 4 റക്അത്തുള്ളതല്ല. ഇനി വലോ ഫാത്തത്തുഹു മക്സൂറത്തായതിന് ഒരാൾക്ക് പോകും, നഷ്ടപ്പെട്ടു, സമയം നഷ്ടപ്പെട്ടാൽ കലാഹ, അതിനാൽ കലാ വിട്ടണം ബിസ്സഫര്, യാത്രയിൽ. ഒരാൾക്ക് എന്താക്കി? കസറാക്കാൻ വിചാരിച്ചു, നഷ്ടപ്പെട്ടു. എന്നാൽ യാത്രയിൽ അതിനെ കലാ വിട്ടാം. പല്ലൗല, ഏറ്റവും നല്ലത്, കലായ പിന്നെ ഏറ്റവും നല്ലത് ഐ യക്ലീഹ താമായിട്ട് നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ 4 റക്അത്തുള്ള നിസ്കാരം കലാ ആയാലും പിന്നെ കസറാക്കുന്നതിനായിട്ടും നല്ലത് അതെന്താണ്? താമായിട്ട് പൂർത്തിയാക്കി നിസ്കരിക്കലാണ്. അല്ലാത്ത സമയത്തോ കലാകാത്തത് കസറാക്കലാണ്. അത് യാത്രൻ്റെ ആനുകൂല്യമാണ്, അതിനാണ് ഏറ്റവും പ്രതിഫലം. ഇനി ഫൈൻ കസറഹ, അതിന് കസറാക്കി നിസ്കരിച്ചാലോ? ഒരാൾ കലായിട്ട് ആയതിനെ കസറാക്കി നിസ്കരിച്ചാലും എന്നാൽ ജായതാണ്, അല്ല അസഹായ അഭിപ്രായപ്രകാരം. അപ്പോൾ കസറാക്കി നിസ്കരിക്കുന്നത് കലാ ആയാൽ കസറാക്കാൻ നിസ്കരിക്കലാണ് ഏറ്റവും അഫ്ളൽ. എങ്കിലും ഒരാൾ കസറാക്കി നിസ്കരിച്ചാൽ അതും ജായിദാണ്. ഇനി ഫൈദ അറാദൽ ജംഅ ബൈനഹുമ, രണ്ടിൻ്റെ ഇടയിൽ ജമ്മാക്കാൻ ഉദ്ദേശിച്ചാൽ ജമ്മാക്കി നിസ്കരിക്കുക. ളുഹറിനെ അസറിൻ്റെ സമയത്തേക്ക് അല്ലെങ്കിൽ അസറിനെ ളുഹറിൻ്റെ സമയത്ത് ഇങ്ങനെ ജമ്മാക്കാൻ ഉദ്ദേശിച്ചാൽ എന്താ വേണ്ടിയത്? ഫൈന്നമ യജൂദ് ബൈനൽ ളുഹരി വൽ അസരി, ളുഹറിൻ്റെയും അസറിൻ്റെയും ഇടയിൽ ജമ്മാക്കൽ ജായിദാണ്. ഫിൽ വക്തി ഹദീമ, 2-1 സമയത്ത്. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. എന്താണെന്ന് വെച്ചാൽ ഒരു നിസ്കാരത്തിനെ ജമ്മാക്കി നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ 2-1 നേരത്ത് നിസ്കരിക്കലോ 1 സമയത്ത് നിസ്കരിക്കലാണല്ലോ. അങ്ങനെ നിസ്കരിക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഏതിനൊക്കെയാണ് ജമ്മാക്കാൻ പറ്റുക? അപ്പോൾ ളുഹറിനെയും അസറിനെയും ജമ്മാക്കാം. ളുഹറിനെ അസറിൻ്റെ സമയത്തിലേക്ക് അങ്ങോട്ടും, അസറിനെ ളുഹറിൻ്റെ സമയത്തിലേക്ക് ഇങ്ങോട്ടും മുന്തിച്ചും പിന്തിച്ചും ജമ്മാക്കാം. എന്നപോലെ മൊബൈനുൽ മഗ്രിബി വൽ ഇശായി, മഗ്രിബിൻ്റെ ഇശാൻ്റെ ഇടയിൽ ജമ്മാക്കാം എന്ന് പറഞ്ഞാൽ മഗ്രിബിനെ അങ്ങോട്ടും എന്നതുപോലെ ഇശായിനെ ഇങ്ങോട്ടും ജമ്മാക്കാം. ഈ വക്തി അഹദീമ, 2-1 സമയത്ത്. ഇനി ഫൈൻ സാ കദമ, അവൻ ഉദ്ദേശിച്ചാൽ കദ്ദമ, മുന്തിച്ച് ജമ്മാക്കാം. അസാനിയത്ത, രണ്ടാമത്തതിനെ ഇലല്ലൂല, 1-ത്തിലേക്ക് എന്ന് പറഞ്ഞാൽ 2-ത്തെ നിസ്കാരത്തെ 1-ത്തെ നിസ്കാരത്തിൻ്റെ ഇങ്ങോട്ട് മുന്തിക്കാം. ളുഹറും അസറും വരുമ്പോൾ അസറാണല്ലോ 2-ത്തെ നിസ്കാരം. മഗ്രിബും ഇശാൻ വരുമ്പോൾ ഇശാണല്ലോ 2-ത്തെ നിസ്കാരം. ഇശാൻ ഇങ്ങോട്ട് മഗ്രിബിൻ്റെ സമയത്തേക്കും അസറിന് ളുഹറിൻ്റെ സമയത്തേക്കും മുന്തിച്ച് ജമ്മാക്കാം. ഫഇൻ ഷാ അഖറ അല്ലൂല ഇലാ വക്തി സാനിയത്തി, ഇനി ഉദ്ദേശം അങ്ങോട്ട് പിന്തിച്ചും അവനെന്താക്കാം? ജമ്മാക്കാം. ളുഹറിനെ അസറിൻ്റെ സമയത്തേക്കും ആക്കാം. ലാക്കിൻ, എങ്കിലും അൽ അഫ്ളൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഇൻകാന നാസിലൻ ഫീ വക്തിൽ ഊല, 1-ത്തിൻ്റെ സമയത്ത് അവൻ നാസിലാണെങ്കിൽ അയ്യുഖദ്ദിമ സാനിയ, 2-ത്തിനെ ഇങ്ങോട്ട് മുന്തിക്കലാണ്. എന്ന് പറഞ്ഞാൽ 1-ത്തെ നിസ്കാരത്തിൻ്റെ സമയത്ത് അവന് യാത്ര ഇറങ്ങിയവനാണ്.
ഒന്നാമത്തെ നിസ്കാരം ളുഹറിൻ്റെ സമയത്ത് അവന് യാത്രയിൽ ഒരു സ്ഥലത്ത് ഇറങ്ങിയതാണ്, അപ്പം ഇങ്ങോട്ട് മുന്തിച്ച് അമ്മാക്കാൻ നല്ലത് എന്ന് പറഞ്ഞാൽ ളുഹർ നിസ്കരിച്ചിട്ട് അസറിനെ ഇതിലേക്കിട്ട് മുന്തിച്ച് അമ്മാക്കി രണ്ടും നിസ്കരിച്ചിട്ട് യാത്ര പോകലാണ് നല്ലത്. എന്താന്ന് പറഞ്ഞത് വൈൻകാന നാസിലം ഫി വക്തിൽ ലൂല, ഒന്നാമത്തതിൽ അവൻ നാസിലാണെങ്കിൽ ഈ വാഹനം ഇറങ്ങിയവനാണെങ്കിൽ യുക്കദ്ദിമ സ്ഥാനിയത്തെ രണ്ടാമത്തേനെ ഇങ്ങോട്ട് മുന്തിച്ച് അമ്മാക്കണം. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇതൊക്കെ നമ്മളിങ്ങനെ വായിച്ചു പോയതുകൊണ്ട് കാര്യമില്ല, മനസ്സിലാക്കണം. എന്താ ചെയ്യേണ്ടത്? നമ്മളൊരു യാത്ര പോകുമ്പോൾ ഒന്നാമത്തെ നിസ്കാരത്തിൻ്റെ സമയത്ത് യാത്രയിൽ ഒരു വിശ്രമ സ്ഥലത്തെത്തി, അപ്പോൾ ളുഹറാൻ കൊടുത്തു. എന്നാൽ എന്ത് ചെയ്യാം, അടുത്ത നിസ്കാരത്തിൻ്റെ സമയത്ത് നമ്മൾ അസറിൻ്റെ സമയത്ത് എവിടെയാണെന്നൊന്നും അറിയില്ല, അപ്പോൾ നമ്മളിങ്ങോട്ട് മുന്തിച്ച് അമ്മാക്കുക, അസറിനെ ളുഹറിനെ അങ്ങോട്ട് മുന്തിച്ച് അമ്മാക്കുക. പൈങ്കാന സായരം ഈ വക്തിലൂല അഹറ. ഇനി ഒന്നാമത്തെ നിസ്കാരത്തിൻ്റെ നേരത്തെ അവന് യാത്രയിലാണെങ്കിലോ അങ്ങോട്ട് പിന്തിക്കാൻ വേണ്ടിയത് ളുഹറിൻ്റെ സമയത്ത് ഇങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, ഇനിയിപ്പോൾ ഇവിടെ ബൈക്കിലൊന്നും ഇറങ്ങാതെ അസറിൻ്റെ സമയത്ത് അങ്ങോട്ട് പിന്തിച്ച് അമ്മാക്കുക, അതാണ് അഫ്ളൽ എന്ന്. ഇനി ഫൈൻ അറാദൽ ജമ്മ ഫി വക്തിൽ ലൂല, ഒന്നാമത്തതിൻ്റെ വക്തിൽ ജമ്മാക്കലിന് ഉദ്ദേശിച്ചാൽ, ഒന്നാമത്തതിൻ്റെ വക്തിലേക്ക് ജമ്മാക്കലിന് ഉദ്ദേശിച്ചാൽ, ഒരാൾ ജമ്മാക്കി സ്കരിക്കാൻ ഉദ്ദേശിച്ചു ളുഹറിൻ്റെ സമയത്ത്, എന്നാലും ഫലോ സലാസു സുറൂത്തിൻ, മോന് 3 ഷർത്തുണ്ട്. ഒരാൾ മുന്തിച്ച് ജമ്മാക്കാൻ ഉദ്ദേശിച്ചാൽ 3 ഷർത്തുണ്ട്. അതാണ് ഒന്നാമത്തെ നിസ്കാരത്തിൻ്റെ സമയത്ത് ജമ്മാക്കുക എന്ന് പറഞ്ഞാൽ. ഈ 3 ഷർത്തുകളെ നമ്മൾ വ്യക്തമായിട്ട് പഠിക്കണം, എന്നാലേ നമുക്ക് യാത്രയൊക്കെ പോകുമ്പോൾ എൻ്റെ ഇത് ശരിയായിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുള്ളൂ. അതെന്താണ്? ഒന്നാമത്തെ ഷർത്ത് അയ്യബദ ബില്ലൂല, ഒന്നാമത്തത് കൊണ്ട് തുടങ്ങുക. ളുഹറും അസറിനെ ളുഹറിലേക്ക് മുന്തിച്ച് ജമ്മാക്കുമ്പോൾ അത് ളുഹറാൻ നിസ്കരിക്കേണ്ടത്. എന്നിട്ട് എൻവിയൽ ജമ്മാക്കി നിസ്കരിക്കുകയാണെന്ന് കരുതും വേണം കബില ഫറാഹി മിൻഹ, ആ ഒന്നാമത്തെ നിസ്കാരത്തിൽ കഴിയുന്നതിൻ്റെ മുമ്പ് എന്ന് പറഞ്ഞാൽ ഒരാൾ ളുഹർ നിസ്കരിച്ച് കഴിയുന്നതിൻ്റെ മുമ്പ്, അസറിനെ ളുഹറിലേക്ക് മുന്തിച്ച് ജമ്മാക്കുമ്പോൾ ളുഹർ നിസ്കരിച്ച് കഴിയുന്നതിൻ്റെ മുമ്പ് അവൻ മനസ്സിൽ കരുതണം, പറയല്ല കരുതണം, എന്ത് അസറിനെ ഞാനിങ്ങോട്ട് മുന്തിച്ച് ജമ്മാക്കുകയാണെന്ന്. ഇപ്പം ജമ്മാക്കണ പോലെ നമ്മൾ പഠിക്കണം. ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ജമ്മുണ്ടാവില്ല കേട്ടോ. അപ്പോൾ അത് എപ്പോഴാണ് നമ്മൾക്ക് ഈ കരുതേണ്ടത്? വല്ല അഫ്ളലു, അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായത് അന്തക്കൂനൻ നീയത്താവലാണ് ഇന്ദൽ ഇഹ്റാമി ബിഹ, ആ ഒന്നാമത്തെ നിസ്കാരം കൊണ്ട് ഇഹ്റാം കിട്ടുമ്പോൾ തന്നെ അവൻ കരുതണം എന്ത്, അസറിനെ അങ്ങോട്ട് മുന്തിച്ച് അമ്മാക്കാണ്. അതാണ് ഏറ്റവും ശ്രേഷ്ഠം. ഇനി അതിന് കഴിഞ്ഞില്ല, അങ്ങനെയല്ല, നിസ്കാരം സലാം കിട്ടുന്നതിൻ്റെ മുമ്പ് എപ്പോഴാണെങ്കിലും പറ്റും. ഏറ്റവും അഫ്ളൽ എപ്പോഴാണ്? ഇഹ്റാം കിട്ടുമ്പോൾ. ഇത് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണേ. മുന്തിച്ച് ജമ്മാക്കുന്നവർ പ്രത്യേകം അറിയേണ്ട കാര്യമാണെന്ത്, ഒന്നാമത്തെ നിസ്കാരത്തിൽ തന്നെ അവന് ജമ്മാക്കുകയാണെന്ന് കരുതണം. അങ്ങനെ കരുതിയിട്ടില്ലെങ്കിൽ ജമ്മാകൂല. ഇനി രണ്ടാമത്തെ, അതാണ് ഒരു ഷർത്ത്. രണ്ടാമത്തത് അല്ലാ യുഫരിക ബൈന സ്വലാത്തൈനി ബി സ്വലാത്തി സുന്നത്തിൻ വലാ ഗൈരിഹി, രണ്ട് നിസ്കാരത്തിൻ്റെ ഇടയിൽ അവൻ എന്ത് ചെയ്ത് സുന്നത്ത് നിസ്കരിക്കരുത്. രണ്ട് നിസ്കാരത്തിൻ്റെ ഇടയിൽ വല്ല ഇഫരിക്ക ബൈന സ്വലാത്തേനി, രണ്ട് നിസ്കാരത്തിൻ്റെ ഇടയിൽ അവൻ വിട്ടുപിരിക്കരുത്. ബി സ്വലാത്ത് സുന്നത്ത് നിസ്കാരം കൊണ്ടോ വല ഗൈരിഹ, മറ്റുള്ളത് കൊണ്ടോ. മയ്യത്ത് നിസ്കാരം സുന്നത്ത് നിസ്കാരം നിസ്കരിച്ചാൽ പിന്നെ ജമ്മാക്കാൻ പറ്റില്ല. ഒന്നാമത്തെ നിസ്കാരം ഇങ്ങോട്ട് നിസ്കരിച്ചതിൻ്റെ ഉടനെ തന്നെ രണ്ടാമത്തെ നിസ്കരിക്കണം ജമ്മാക്കുമ്പോൾ. ഇനി ഫൈം ഫുക്കിദ അഹദു ആദി ഷുറൂത്തി, ഈ പറയപ്പെട്ട 3 ഷർത്തുകളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ഇല്ലാതെയാൽ ബത്തലത്തിൽ ജമ്മു ബാത്തിലായിപ്പോയി. അപ്പോൾ വജബ യുസല്ലി സാനിയത്ത, രണ്ടാമത്തതിനെ അവൻ നിസ്കരിക്കലും നിർബന്ധമാണ്. ഫി വക്തി, അതിൻ്റെ സമയത്ത് തന്നെ. അതിൻ്റെ സമയമാകുമ്പോൾ പിന്നെ രണ്ടാമത് നിസ്കരിക്കേണ്ടി വരും, ജമ്മാക്കാൻ പറ്റൂല. ഇനി പറയുന്നത് കേട്ടോളൂ, വലോ ഫർണക്ക ബൈന സ്വലാത്തേനി, രണ്ട് നിസ്കാരത്തിൻ്റെ ഇടയിൽ വിട്ടുപിരിക്കരുതല്ലോ, ഉടനാക്കണം എന്ന് പറഞ്ഞല്ലോ. പിന്നെ അഹ്വിൽ കലിമത്തേനി, 2 വാചകം ഉച്ചരിച്ചോ, സലാസിൻ അല്ലെങ്കിൽ 3 വർത്തമാനം, ഇനി നമ്മൾ ജമ്മാക്കി നിസ്കരിക്കൽ അങ്ങനെ എന്തെങ്കിലും, എന്നാലും അതൊരു ബുദ്ധിമുട്ടാകൂല. ഇനി ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു നിസ്കാരത്തിൻ്റെ ഉടനെ നിസ്കരിക്കണം ജമ്മാക്കുമ്പോൾ എന്ന്. ഇത് പറയുന്നതൊക്കെ മനസ്സിലാകുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഈ രണ്ട് നിസ്കാരത്തിൻ്റെ ഇടയിൽ മുന്തിച്ച് ജമ്മാക്കുകയാണെങ്കിലും ബന്ധിച്ച് ജമ്മാക്കുകയാണെങ്കിലും ഈ ജമ്മാക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഉടനെ നിസ്കരിക്കണം, ഇടയ്ക്ക് സുന്നത്ത് പോലും നിസ്കരിക്കരുത്. ഇനി ഒരു പുതിയൊരു മസല, ചില ആളുകൾ താമം ചെയ്യേണ്ട ആളുകളുണ്ടാവും. താമം ചെയ്യേണ്ട ആളുകൾ ഫർനിസ്കാരത്തിന് ഒരു താമത്ത് കൊണ്ടേ ഒരു ഫർനിസ്കരിക്കാൻ പറ്റുള്ളൂ. സുന്നത്തുകൾ എത്രയും, അതൊക്കെ നമ്മൾ മുമ്പ് താമത്തിൻ്റെ ബാബിൽ പഠിച്ചതാണല്ലോ. അതാണ് പറയുന്നത് ഫൈം ഫറക്ക ബി തയമ്മുമി, തയമം കൊണ്ടൊരാൾ വിട്ടുപിരിച്ചാൽ. അങ്ങനെ ബിയാൻ തയമ്മ ബില്ലൂല, ഒന്നാമത്തെ സ്കാരം താമം ചെയ്ത് സ്കരിച്ചു. സുമ്മ സല്ലമ മിൻഹ, പിന്നെ അതിൽ നിന്ന് സലാം വീട്ടി. സുമ്മ തയമ്മ ലിസ്ഥാനിയത്തി, പിന്നെ രണ്ടാമത്തെ ഫർനിസ്കാരത്തിന് വേണ്ടി താമം ചെയ്തു,
ജമ്മാക്കുമ്പോഴേ ആദ്യം ലുഹ്റസ്കരിച്ചു, ലുഹ്റസ്കരിച്ച് ആ താമം കൊണ്ട് രണ്ടാമത് അസർ നിസ്കരിക്കാൻ പറ്റൂല, അതിനുവേണ്ടി രണ്ടാമത് എന്താക്കി അസർ നിസ്കരിച്ചു. വഷറാ ഫീഹ എന്നിട്ടുള്ള നിസ്കാരത്തിൽ പ്രവേശിച്ചു. മിൻ ഗൈരി തഖീരിൻ പിന്തിക്കൽ കൂടാതെ ഉടനെ നിസ്കരിച്ചു. എന്നാൽ ജാസ അത് അനുവദനീയമാണ്. അലൽ മദ്ഹബി സഹീഹി സഹിയായ മദ്ഹബ് പ്രകാരം, സഹിയായ അഭിപ്രായപ്രകാരം. ഇപ്പോൾ ഈ പറഞ്ഞ് മനസ്സിലായല്ലോ. ഈ ജമ്മാക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ എന്താക്കരുത്, ഇഫ്രാഖ് ഉണ്ടാവരുത്, വിട്ട് പിരിയരുത്. ഈ വിട്ട് പിരിയാണെങ്കിൽ പിന്നെന്താണ്, അവൻ്റെ നിസ്കാരം ശരിയാവില്ല. ഇങ്ങനെ തുടരെയായിട്ടില്ലെങ്കിൽ നിസ്കാരം ശരിയാവില്ല. ഇപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇത് വളരെ വിശദമായിട്ട് വിശദീകരിക്കുമ്പോൾക്ക് സമയം ദീർഘിക്കുമെന്നും ഈ വീഡിയോ നീളുമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കുക. ജമ്മാക്കുന്നതിൻ്റെ രൂപം മാത്രമാണ് ഇനി പറഞ്ഞത്. ജമ്മും ഖസ്റുമൊക്കെ ആക്കുന്നത് ഇനി അടുത്ത് ഇൻഷാ അല്ലാഹ് ഞാൻ സംസാരിക്കും. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും വളരെ ഗ്രഹിച്ചുകൊണ്ട് നമ്മൾ യാത്ര പോകാൻ ഒരുങ്ങുക. ഇതിന് നല്ല രൂപത്തിൽ നമ്മളെ ഇബാദത്തുകൾ നിർവഹിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.